ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും ഒരു 3 സ്റ്റേജസിൽ കൂടെ ഈ വ്യക്തി ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവാം. വർത്ത്ലെസ്നെസ്, തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് അവനവന് തന്നെ തോന്നാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ അങ്ങനെ അവഗണിച്ച് ഒന്നിനും കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ നേരിട്ട് വോക്കലി പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നിനും പറ്റില്ല. ഹെൽപ്ലെസ്നെസ്, ഒന്നും ചെയ്യാനില്ല, ഹെൽപ്ലെസ് ആണ്, എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പോലും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. നേരെ പിന്നെ പോകുന്നത് ഹോപ്പ്ലെസ്നെസ്സിലോട്ടേക്കാണ്. പ്രതീക്ഷയില്ല, എനിക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, മറ്റൊരാൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരുന്നില്ല. ഹോപ്പ്ലെസ്നെസ് എന്നൊരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പല ഇൻഡിക്കേഷൻസും ഇത്തരം ഫീലിങ്സിൽ കൂടെ പോകുന്ന വ്യക്തികൾക്ക് കാണിച്ചു തരും. ഒരു വാട്സാപ്പ് സ്റ്റേറ്റസിലോ അല്ലെങ്കിൽ റീൽസിലെ സ്റ്റേറ്റസിലും സ്റ്റോറീസിലൊക്കെ ആയിട്ട് ഇവർ വളരെ സാഡായിട്ടുള്ള പല കണ്ടൻറ്റ്സ്, അല്ലെങ്കിൽ ഇമോഷണലി വളരെ സാഡായിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോസ്, അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇടും. അത് ആക്ച്വലി ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ്. സെൽഫ് ഹാമിംഗ് എന്ന് പറയുമ്പോൾ തല ചുമരിൽ കൊണ്ടുപോയി ഇടിക്കുക, സ്പീഡിൽ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോവുക, ചിലപ്പം ആൺകുട്ടികളൊക്കെ ചെയ്തതായിട്ട് പറഞ്ഞ് ഒരുപാട് കേൾക്കാറുണ്ട് കേസസൊക്കെ വരുമ്പം. പെൺകുട്ടികളാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കുറേ നേരം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, അതൊക്കെ തന്നെയും അതൊക്കെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ടൈമായി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. സോ ഈ ഒരു വീഡിയോ കാണുമ്പം, അല്ലെങ്കിൽ ഈ ഒരു നോളജ് നിങ്ങളിൽ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും അവനവന് തന്നെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഹോപ്പ് കുറവാണ് എന്ന് തോന്നുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു കെയറും സപ്പോർട്ടും വേണ്ട സമയമാണെന്ന് അവനവനും മനസ്സിലാക്കാം. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും കൂടെ കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പറ്റും.